എല്ലാവർക്കും സൂക്കോ PSCയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് നടത്തുന്ന എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം, ശ്രീരാമ ക്ഷേത്രമാണെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? ഉത്തരം ആലത്തിയൂർ പെരുംതൃക്കോവിൽ. മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിലെ തൃപ്പങ്ങോട് വില്ലേജിലാണ് ആലത്തിയൂർ പെരുംതൃക്കോവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭഗവാൻ ശ്രീരാമചന്ദ്രനും ഭഗവാന്റെ ഭക്തനായ ആഞ്ജനേയ സ്വാമിയുമാണ്. സീതയെ അന്വേഷിക്കാനുള്ള ലങ്കായാത്രയുടെ ഭാഗമായി ഭഗവാന്റെ ഉപദേശം ശ്രദ്ധയോടെ കേൾക്കുന്ന ഭാവത്തിലാണ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ. പ്രധാന ദേവൻ ശ്രീരാമനാണെങ്കിലും രാമകാര്യസാധ്യത്തിനായി പോകുന്ന ഹനുമാനാണ് ഇവിടെ ശക്തി കൂടുതൽ എന്ന് പറയപ്പെടുന്നു. ആസ്മ രോഗ നിവാരണത്തിന് പാളയും കയറും വഴിപാടായി സമർപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. അടുത്ത ചോദ്യം, രാമമന്ത്രം ജപിച്ച് തപസ് അനുഷ്ഠിക്കുന്ന ഭരതൻ സങ്കല്പമായ ക്ഷേത്രം. ഉത്തരം കൂടൽമാണിക്യം. കൂടൽമാണിക്യ ക്ഷേത്രത്തെക്കുറിച്ച് നോക്കാം. കേരളത്തിലെ അതിപുരാതനമായ മഹാക്ഷേത്രങ്ങളിലൊന്നാണ് ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രം. ശ്രീരാമ സഹോദരനായ ഭരതനാണ് ഈ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യമുള്ളതിനാൽ ഈ ക്ഷേത്രം സംഗമേശ്വര ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ഇവിടെ ദേവൻ സംഗമേശ്വരൻ എന്ന പേരിലും വിശേഷിപ്പിക്കപ്പെട്ടു വരുന്നു. ഭാരതത്തിലെ ഒരേയൊരു ഭരതക്ഷേത്രമാണ് കൂടൽമാണിക്യ ക്ഷേത്രം. തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായി പൂരം നടത്തിപ്പുകാരായ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വക്കാർ ഈ ക്ഷേത്രത്തിലെത്തി താമരമാല വഴിപാട് നടത്തുന്നതിനാലാണ് പൂരത്തിന് മഴ പെയ്യാത്തതെന്ന് പറയപ്പെടുന്നു. വയറുവേദന മാറുന്നതിന് വഴുതനങ്ങ നിവേദ്യവും സർവ്വ ഉദരരോഗ ശമനത്തിന് മുക്കുടി നിവേദ്യവും ശ്വാസകോശ രോഗശമനത്തിന് മീനൂട്ടും വിശേഷ അവസരങ്ങളിൽ മഴ തടസ്സം സൃഷ്ടിക്കാതിരിക്കാനും അഭിഷ്ടസിദ്ധിക്കുമായി താമരമാല വഴിപാട് നടത്തപ്പെടുന്നത് കൂടൽമാണിക്യ ക്ഷേത്രത്തിലാണ്. അടുത്ത ചോദ്യം, മുപ്പെട്ട് ചൊവ്വാഴ്ച ചാന്താട്ട് നടക്കുന്ന ക്ഷേത്രം. ഉത്തരം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തെക്കുറിച്ച് നോക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ അങ്ങാടിപ്പുറത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മാന്ധാതാവ് മഹർഷിയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് എന്ന് വിശ്വസിക്കുന്നു. ഇവിടെയുള്ള ചെറിയ ശിവലിംഗം പാർവതി ശിവനെ ഭർത്താവായി ലഭിക്കാൻ പൂജിച്ചതാണെന്ന് പറയപ്പെടുന്നു. മാംഗല്യസിദ്ധിക്കും ദുരിതമോചനത്തിനും ഭക്തർ ആശ്രയിക്കുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൂടിയാണിത്. കേരളത്തിലെ ഏറ്റവും വലുപ്പം കൂടിയ ഭദ്രകാളി പ്രതിഷ്ഠയാണ് തിരുമാന്താംകുന്നിലേത്. ദാരു വിഗ്രഹങ്ങളിൽ ഏറ്റവും വലിയതാണ് തിരുമാന്താംകുന്നിലേത്. വരിക്കപ്ലാവ് കൊണ്ടാണ് ഈ ദാരു വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിലെ ചാന്താട്ടം പ്രസിദ്ധമാണ്. ദാരു വിഗ്രഹത്തിൻ്റെ ഉറപ്പിനു വേണ്ടിയാണ് ഈ ചാന്താട്ടം ചിരപുരാതന കാലം മുതൽ നടത്തിവരുന്നത്. നിലമ്പൂർ തേക്കിൻ്റെ കറയാണ് ചാന്താട്ടത്തിന് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ 2 തവണയാണ് ഇവിടെ ചാന്താട്ടം നടത്തുന്നത്. മിഥുനം കർക്കിടകം മാസങ്ങളിൽ മഴ പെയ്ത് തണുത്ത കാലാവസ്ഥയിലാണ് ചാന്താട്ടം നടത്തുന്നത്. തിരുമാന്താംകുന്ന് ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട് ഭക്തകവി പൂന്താനം രചിച്ച കൃതിയാണ് ഘനസംഘം എന്നറിയപ്പെടുന്നത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ മഹാക്ഷേത്രം. അടുത്ത ചോദ്യം, 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രമേത്? ഉത്തരം കുമരനെല്ലൂർ ദേവീക്ഷേത്രം. കോട്ടയം ജില്ലയിലെ കുമരനെല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു പരാശക്തി ക്ഷേത്രമാണ് ശ്രീ കുമരനെല്ലൂർ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ പ്രതിഷ്ഠ ദുർഗാ ഭഗവതിയാണ്. മധുര മീനാക്ഷി ചൈതന്യമാണ് ഭഗവതി എന്നാണ് ഐതിഹ്യം. കുമരനെല്ലൂരമ്മ എന്നും ഇവിടുത്തെ ഭഗവതി അറിയപ്പെടുന്നു. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ദുർഗാക്ഷേത്രങ്ങളിലെ ഭഗവതിമാർ ഒന്നിച്ചു വന്ന് താമസിക്കുന്ന ഇടമാണ് കുമരനെല്ലൂർ എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, തിരുവഞ്ചിറ ജലാശയത്തിൻ്റെ നടുവിലുള്ള ക്ഷേത്രം. ഉത്തരം കൊട്ടിയൂർ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാവലി പുഴയുടെ തീരത്തുള്ള ഈ നാടിനെ ദക്ഷിണ കാശി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. തിരുവഞ്ചിറ എന്നു പേരുള്ള വലിയൊരു തടാകത്തിൻ്റെ മധ്യത്തിലുള്ള മണിത്തറയിലാണ് ശിവലിംഗമുള്ളത്. ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയായ അമ്മാറക്കല്ലിലാണ് ആദിപരാശക്തിയായ ശ്രീ പാർവതിയെ ആരാധിക്കുന്നത്. പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്ന് വിശ്വസിക്കുന്നു. കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ.
അടുത്ത ചോദ്യം, ഗരൻ ചിദംബരത്തിൽ നിന്ന് കൊണ്ടുവന്ന 3 ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം. ഉത്തരം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യ പ്രതിഷ്ഠ. രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ഇവിടെ ആരാധന. ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം നോക്കാം. ഗരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാല്യവാനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു. ഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് 3 ജ്യോതിർലിംഗങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് ആകാശമാർഗേണ യാത്ര ആരംഭിച്ച ഗരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തി. തുടർന്ന് തൻ്റെ വലതുകൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് ഗരൻ വിശ്രമം ആരംഭിച്ചു. ഉണർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല. താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണതെന്ന് തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി. തുടർന്ന് 3 ശിവലിംഗങ്ങളും അവിടെ ഉണ്ടായിരുന്ന വ്യാഘ്രപാദൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഗരൻ മുക്തി നേടി. ഗരൻ വലത്തെ കൈയിൽ പിടിച്ചിരുന്ന ശിവലിംഗം വൈക്കത്തും ഇടത്തെ കൈയിൽ പിടിച്ചിരുന്ന ശിവലിംഗം ഏറ്റുമാനൂരിലും വാഗൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തിയിലും പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ഈ 3 ഒരേ ദിവസം ദർശനം ഉച്ചയ്ക്ക് മുമ്പ് നടത്തുന്നത് ഉത്തമമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത്? ഉത്തരം കൃഷ്ണഗീതി. കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദൻ രചിച്ച കൃഷ്ണഗീതി എന്ന കാവ്യത്തിൽ നിന്ന് ഉടലെടുത്ത കലാരൂപമാണ് കൃഷ്ണനാട്ടം. കേരളത്തിൻ്റെ തനതുകല എന്ന് വിശ്വപ്രസിദ്ധിയാർജിച്ച കഥകളിയുടെ മൂലകലയും കേരളീയമായ ആദ്യത്തെ നൃത്തനാടകവുമാണ് കൃഷ്ണനാട്ടം. കൃഷ്ണഗീതിയെ അഷ്ടപതി എന്നും പറയും പോലെ കൃഷ്ണനാട്ടത്തെ അഷ്ടപതിയാട്ടം എന്ന് പറയുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പ്രധാന വഴിപാടായി കൃഷ്ണനാട്ടം നടത്താറുണ്ട്. 8 ദിവസത്തെ കളിയാണ് കൃഷ്ണനാട്ടം. 8 നാഴി എണ്ണ, 8 തിരി, 8 കുട്ടികൾ, 8 നാഴിക നേരത്തെ കളി, 8 അരങ്ങുപണം എന്നിങ്ങനെ 8 ചേർന്നുള്ള കണക്കുകളാണ് കൃഷ്ണനാട്ടത്തിനുള്ളത്. ശ്രീകൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ലീലകൾ 8 കഥകളായിട്ടാണ് അവതരിപ്പിച്ചു വരുന്നത്. അടുത്ത ചോദ്യം, അമ്പലങ്ങളിൽ നടക്കൽ നിന്ന് ദേവനെ സ്തുതിച്ചു പാടുന്ന പാട്ട്. ഉത്തരം സോപാന സംഗീതം. കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചു വരുന്ന ഒരു കലാരൂപമാണ് സോപാന സംഗീതം. നടയടച്ചു തുറക്കലിനാണ് സാധാരണയായി സോപാന സംഗീതം അവതരിപ്പിക്കാറുള്ളത്. അമ്പലവാസിമാരാർ പൊതുവാൾ സമുദായത്തിൽപ്പെട്ടവരാണ് സോപാന സംഗീതം സാധാരണയായി അവതരിപ്പിക്കുന്നത്. ഇടയ്ക്കയാണ് സോപാന സംഗീതത്തിൽ സാധാരണമായി ഉപയോഗിക്കുന്ന വാദ്യോപകരണം. ക്ഷേത്രത്തിന് അടുത്തുള്ള പടികളെയാണ് സോപാനം എന്ന് പറയുന്നത്. മലയാളത്തിലോ സംസ്കൃതത്തിലോ ഉള്ള ദേവദേവി സ്തുതികളാണ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്നത്. ഗീതാ ഗോവിന്ദത്തിലെ 24 ഗീതങ്ങൾ സോപാന സംഗീതത്തിൽ അവതരിപ്പിച്ചു വരുന്നുണ്ട്. അടുത്ത ചോദ്യം, 5ാമത്തെ വേദമായി അറിയപ്പെടുന്ന ഗ്രന്ഥം. ഉത്തരം മഹാഭാരതം. വ്യാസന്റെ മഹാഭാരതത്തെ 5ാം വേദമായി കണക്കാക്കുന്നവരുണ്ട്. മഹാഭാരതം മാത്രമാണ് 5ാം വേദമെന്നും അതല്ല പുരാണ ഇതിഹാസങ്ങൾ മുഴുവനുമാണ് 5ാം വേദമെന്നും ഇതിഹാസങ്ങൾ മാത്രമേ 5ാം വേദമാകൂ എന്നും പല അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. അടുത്ത ചോദ്യം, മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ക്ഷേത്രം. ഉത്തരം നവാമുകുന്ദ ക്ഷേത്രം. മലപ്പുറം ജില്ലയിൽ തിരൂരിൽ തിരുനാവായ ദേശത്ത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള പുരാതന ക്ഷേത്രമാണ് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം. ഹൈന്ദവ വൈഷ്ണവ വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. നവാമുകുന്ദൻ എന്ന പേരിൽ ഈ ഭഗവാൻ അറിയപ്പെടുന്നു. ഭഗവാനോടൊപ്പം മഹാലക്ഷ്മിയും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഐതിഹ്യപ്രകാരം നവയോഗികൾ എന്നറിയപ്പെടുന്ന സഹോദരന്മാരായ 9 സന്യാസിവരന്മാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. ഇവരിൽ ആദ്യത്തെ 8 വിഗ്രഹങ്ങൾ അന്തർദാനം ചെയ്തുവെന്നും അവസാനത്തെ യോഗി പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇന്ന് ക്ഷേത്രത്തിലുള്ളതെന്നും വിശ്വസിച്ചു വരുന്നു. ഇവിടുത്തെ ലക്ഷ്മി ദേവിയെ മലർമങ്കെ നാച്ചിയാർ എന്ന് അറിയപ്പെടുന്നുണ്ട്. തിരുനാവായി ക്ഷേത്രത്തിനടുത്ത് ഭാരതപ്പുഴയുടെ തീരത്താണ് ഇതിഹാസ പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത്. പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് ഏറ്റവും പ്രസിദ്ധമാണ് തിരുനാവായിലെ ത്രിമൂർത്തി സംഗമസ്ഥാനം. ദേവസ്വം ബോർഡ് എക്സാമുകൾക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.